നമ്മുടെ ഇന്നത്തെ സെഷന്റെ റിസോഴ്സ് പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രോജക്ട് ഡിവിഷൻ, പിറവം പ്രോജക്ട് ഡിവിഷനിലെ ആയിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കുന്ന ആൻസിയ ചെറിയാനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്നത്തെ ടെക് ഡ്രോപ്പ് സെക്ഷനിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ വിശാഖ MS ക്ഷണിക്കുന്നു. സാർ ജലഭവനിൽ ഓപ്പറേഷൻസ് വിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. മുൻകാലങ്ങളിൽ സാർ വാട്ടർ സപ്ലൈ സെക്ഷൻ നെടുങ്കണ്ടം ഇടുക്കിയിലും സിവറേജ് സെക്ഷൻ കുര്യാത്തിലും പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സർ, വി വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു സർ. താങ്ക് യു. എല്ലാവർക്കും കേൾക്കാമോ? നോയ്സ് കേൾക്കാമോ? വോയിസ് കേൾക്കാമോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിലയബിൾ വാട്ടർ സർവീസസ് വിത്ത് അക്വാലും, മൊയന്റം ആൻഡ് മാർച്ച് എന്നുള്ളതാണ്. ഈ 3 സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് എൻ്റെ ധാരണകൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ തുടങ്ങാമെന്ന് കരുതുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷൻ, മിഷൻ, സ്ട്രാറ്റജി ജസ്റ്റ് ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. വിഷൻ: we will provide quality water and waste water services in an environmental friendly and sustainable manner. Mission: we will transform ourselves to a consumer friendly organization providing services at the doorstep. Strategy: we will achieve this by being open and honest in our business dealings, financially self-sufficient, valuing and developing our employees, continuously improving our work practices. ശരിക്കും ഈ 3 സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസും ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷൻ, മിഷൻ, സ്ട്രാറ്റജി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലേക്ക് എയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഫോം ചെയ്തതാണ്. ആസ് ഓഫ് നൗ നമ്മൾ ഏകദേശം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 853 വാട്ടർ സപ്ലൈ സ്കീമുകളും 3 സിവറേജ് സ്കീമുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2.58 crore പോപ്പുലേഷൻ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ വൈഡായിട്ടുള്ള ഒരു വാസ്റ്റ് നെറ്റ്വർക്കും ഇത്രയും കവറേജും ഉള്ളപ്പോൾ സ്വാഭാവികമായി കംപ്ലൈൻസും ബന്ധപ്പെട്ടുണ്ടാകാം. അപ്പം അങ്ങനെ വരുന്ന ഒരു ഹൈ വോളിയം ഓഫ് കംപ്ലൈന്റിനെ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയി മാനേജ് ചെയ്യാനും സമയബന്ധിതമായി അതിനെ അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് അക്വാലു. അതുപോലെ നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും കുറഞ്ഞ ഒരു തുകയ്ക്കാണ് നമ്മൾ ഈ ജലവിതരണം നടത്തി വരുന്നത്. അപ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസ് നമ്മുടെ ഡയറക്റ്റ് കൺട്രോളിലുള്ളതല്ല. പിന്നീട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒരു മേജർ പാർട്ട് O&M ആണ്. ഇത്രയും വലിയ വാസ്റ്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ ഇത്രയും വലിയ പൈപ്പ് ശൃംഖലയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ജലവിതരണവുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങളും എല്ലാം അറ്റകുറ്റപ്പണികൾ വരാവുന്നവയാണ്. അപ്പം അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികൾ നമുക്ക് കൃത്യമായി റെക്കോർഡ് ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ടൂളാണ് ശരിക്കും O&M പോർട്ടൽ എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാട്ടർ അതോറിറ്റി രൂപീകൃതമായതിനു ശേഷം ശരിക്കും ഒരു മേജർ ശാക്തീകരണം ഒന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല. എന്നാൽ വർഷാവർഷം നമുക്ക് പുതിയ സ്കീമുകൾ, പുതിയ പല പദ്ധതികൾ ഉൾപ്പെടുത്തി പുതിയ സ്കീമുകൾ കമ്മീഷൻ ചെയ്യപ്പെടുന്നു. നമ്മുടെ കവറേജ് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത് ആനുപാതികമായി കൂടുന്നില്ല. അപ്പോൾ ഈ സ്കീമുകൾ അധികമായി വന്ന അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന പുതിയതായി വരുന്ന സ്കീമുകൾ റൺ ചെയ്യാൻ ഉറപ്പായും നമുക്ക് മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ സാങ്ഷൻ സ്ട്രെങ്ത്തും നമ്മുടെ സ്കീമുകൾ കുറ്റമറ്റതായി റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആവശ്യമായ സ്റ്റാഫിന്റെയും കാര്യത്തിലുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സിസ്റ്റം ആയിരുന്നു ഈ ഹാൻഡ് റെസീപ്റ്റ് സിസ്റ്റം. അത് പിന്നീട് നമ്മുടെ ഒരു നോർമൽ വേ ഓഫ്
എൻഗേജിങ് മാൻ പവർ എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയ ഒരു എക്സ്പെൻഡിച്ചർ പാർട്ടാണ്, ഒരു കോസ്റ്റ് പാർട്ടാണ്. അപ്പം അതിനെ ശരിക്കും മോണിറ്റർ ചെയ്യാനും അക്കൗണ്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഉള്ള ഒരു ടൂളാണ്, ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് മാർച്ച്. ഇതാണ് ഒരു ഇൻട്രോ പോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി നോക്കി തുടങ്ങാം. ആദ്യം അക്വാലൂമിലേക്ക് പോവാം. അക്വാലൂം മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഹൈ വോളിയം ഓഫ് കംപ്ലൈൻറ്റ്സ്, അതും പല തരത്തിലുള്ള കംപ്ലൈന്റുകൾ. അപ്പോ ഇതിന് നമ്മൾ പല കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട് ഫോർ നമ്മുടെ അത് കൈകാര്യം ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ശരിക്കും അക്വാലൂം എന്ന് പറയുന്നത് നമ്മുടെ നോഡൽ സോഫ്റ്റ്വെയർ ആണ് ഫോർ മാനേജിങ് കംപ്ലൈൻറ്റ്സ്. ഇത് ശരിക്കും ഈ സോഫ്റ്റ്വെയർ റോൾ ഔട്ട് ചെയ്തത് 2020 അതിനുശേഷം 2021 ഒരു മേജർ റീവാമ്പിംഗ് നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കംപ്ലൈന്റ് ഡേറ്റ എന്ന് പറയുന്നത് 25/1/2023 മുതലുള്ള ഡാറ്റയാണ്. ഇനി കംപ്ലൈന്റുകൾ നമുക്ക് പല രീതിയിൽ വരാം. നമുക്ക് നേരിട്ട് പരാതികൾ വരാം, അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം വരാം, നമ്മുടെ കേന്ദ്രീകൃത കോൾ സെന്റർ 1916 വഴി വരാം, നേരിട്ട് CUG വഴി വരാം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കംപ്ലൈന്റുകളെയും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് ശരിക്കും ഈ അക്വാലൂം വന്നിട്ടുള്ളത്. ഇതിൽ മേജർലി ഈ വരുന്ന കംപ്ലൈന്റുകളെ നമ്മൾ 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വാട്ടർ ലീക്ക്, വാട്ടർ ഷോർട്ടേജ്, റവന്യൂ, ന്യൂ കണക്ഷൻ, സിവറേജ്, ഇലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് അതേഴ്സ്. ഇതിനകത്ത് ഈ ന്യൂ കണക്ഷൻ ആൻഡ് റവന്യൂ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻ ഓഫീസുകളിലേക്കല്ല റൂട്ട് ചെയ്യപ്പെടുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് അതത് സെക്ഷനുകളിലേക്ക് സിസ്റ്റം തന്നെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിനകത്ത് ശരിക്കും ഓവർസിയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉള്ളതാണ്, അവർക്കെല്ലാം അക്സസിബിൾ ആണ്. ഇനി അക്വാലൂമിൽ ശരിക്കും നമ്മളൊരു അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഏകദേശം 1000-ലധികം കംപ്ലൈന്റുകളാണ് ഡെയിലി രേഖപ്പെടുത്തി വരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 98.31% പെർസെൻറ്റേജ് ആണ് നമ്മുടെ റിസോൾവ്, അതായത് രജിസ്റ്റർ ചെയ്ത കംപ്ലൈന്റും റിസോൾവ് കംപ്ലൈന്റും തമ്മിലുള്ള ശതമാനം. ഇത് ജസ്റ്റ് ഒരു ഫോർ ഇൻഫർമേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ കംപ്ലൈന്റുകളിൽ ഏകദേശം 85% വാട്ടർ ലീക്ക് ആൻഡ് വാട്ടർ ഷോർട്ടേജ് ആണ് കവറപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു രീതി ഒന്ന് ഓടിച്ച് പറയട്ടെ. നമ്മൾ ഈ കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അക്വാലൂമിൽ. ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ 1916 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. 1916 തന്നെ ത്രൂ കോൾ ചെയ്യാം, അവർക്ക് ഇമെയിൽ ചെയ്യാം, സോഷ്യൽ മീഡിയ വാട്സാപ്പ് ചെയ്യാം. അങ്ങനെ ഈ രീതികളിലെല്ലാം അവർക്ക് 1916 ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാതെ നമുക്ക് നേരിട്ട് വരുന്ന കോളുകൾ, ഫീൽഡ് ഓഫീസേഴ്സിന് നേരിട്ട് വരുന്ന കോളുകൾ നമ്മൾ ഇതുപോലെ കംപ്ലൈന്റ് രേഖപ്പെടുത്താം. അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് അക്വാലൂമിലേക്ക് കംപ്ലൈന്റ് രേഖപ്പെടുത്താൻ കഴിയും. ഇനി ഒരു കംപ്ലൈന്റ് വന്നാൽ ആ കംപ്ലൈന്റ് നമ്മൾ അക്വാലൂമിൽ രേഖപ്പെടുത്തിയാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ കംപ്ലൈനന്റ് ആരാണോ അവരുടെ ഫോൺ നമ്പർ രജിസ്റ്റേർഡ് ആണെങ്കിൽ, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലൈന്റിന്റെ ടോക്കൺ നമ്പർ സഹിതം ഒരു മെസ്സേജ് പോകും. അതുപോലെ ഈ കംപ്ലൈന്റ് ഏത് സെക്ഷന്റെ ആണോ ആ സെക്ഷനിലെ എയ്ക്ക് ഈ കംപ്ലൈന്റ് ടോക്കൺ നമ്പരും അതിന്റെ ഫോൺ നമ്പരും ഡീറ്റെയിൽസും സഹിതം മെസ്സേജ് പോകുന്നതാണ്. അപ്പം ശരിക്കും ആ സിസ്റ്റം എപ്പോഴും ലൈവ് ആണ്, എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റഡ് ആണ്. ഇനി ഈ ഇതൊരു എയുടെ ലോഗിൻ എന്ന് ഈ കംപ്ലൈന്റ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള കംപ്ലൈന്റ്സ് ഒരു ഓവർസിയറിന് അദ്ദേഹം അസൈൻ ചെയ്താൽ ആ സമയം ആ ഓവർസിയറിനും ഇതുപോലെ ഒരു ഇന്റിമേഷൻ മെസ്സേജ് പോകുന്നുണ്ട്. ഇനി ഈ ഇന്റിമേഷൻ മെസ്സേജ് ഇതേപോലെ ഈ കംപ്ലൈന്റ് നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് അത് റിസോൾവ് ചെയ്യുന്ന സമയത്ത്, റെക്ടിഫൈ ചെയ്യുന്ന സമയത്തും ഇതുപോലെ റിസോൾവ് ആണ് എന്ന് പറഞ്ഞ് കൺസ്യൂമറിന് മെസ്സേജ് പോകുന്നുണ്ട്. പിന്നെ ഇനി നമുക്കൊന്ന്
ജസ്റ്റ് ഒന്ന് ഈ അക്വാലൂമിന്റെ ലോഗിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുവാണേ. കാണുന്നുണ്ടോ? കാണാമോ? കാണാം. ഇത് ജസ്റ്റ് ഒരു നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഉള്ള ഒരു പേജ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ എയുടെ ലോഗിൻ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡാഷ്ബോർഡ് പോലെ ഒരു സമ്മറി കിട്ടും. എന്തൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത്. രജിസ്റ്റേർഡ് എത്രയാണ്, പെൻഡിങ് എത്രയാണ്, ഓൺ ഹോൾഡ് എത്രയാണ്, റിസോൾവ് എത്രയാണ്. അപ്പൊ ഇതിൽ ഈ പെൻഡിങ്ങിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അതിൽ നമുക്ക് ഓരോന്നും എടുത്ത് അത് ഓരോന്നും എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് 4 ഓപ്ഷൻസ് വരും. ഒന്നെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഓവർസിയറിന് അസൈൻ ചെയ്യാം. അത് അപ്ഡേറ്റ്, അതിന്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ്, അതായത് ഏത് ഒരു കാറ്റഗറിയിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ല കാറ്റഗറി, അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊരു ആ പർട്ടിക്കുലർ കംപ്ലൈന്റ് നമ്മുടെ സെക്ഷന്റെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൺസേൺ ഏത് സെക്ഷനാണോ ആ സെക്ഷനിലേക്ക് നമുക്ക് പുഷ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് നമ്മളൊരു കംപ്ലൈന്റ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് ഇതിനകത്ത് തന്നെ നമുക്ക് ഓവർസീസിനെ മാനേജ് ചെയ്യാം, പുതിയ ഓവർസീസിനെ ആഡ് ചെയ്യാം. പിന്നെ കംപ്ലൈൻസ് നമുക്ക് സെർച്ച് ചെയ്യാം, പുതിയ കംപ്ലൈൻസ് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതും പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ലൊക്കേഷൻ വൈസ് ആയിട്ട് ചെയ്യാം. ഡിവിഷൻ, സെക്ഷൻ, ഡയറക്റ്റ് സെക്ഷനിലേക്ക് എത്തുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ കംപ്ലൈന്റ് കിട്ടി, ശരിക്കും ഓരോ കംപ്ലൈൻസും, ഓരോ ടൈപ്പ് ഓഫ് കംപ്ലൈൻസും നമുക്ക് ചെയ്തു തീർക്കുന്നതിന് ഇതിന്റെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ 1916 ഫോർമേഷൻ ഓർഡറിൽ അതിനൊരു നിശ്ചിത സമയക്രമം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് സിറ്റിസൺ ചാർട്ടർ, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ സിറ്റിസൺ ചാർട്ടർ എന്ന് പറഞ്ഞതിന്റെ അകത്ത് പൗരാവകാശ രേഖയ്ക്കകത്തും ലീക്ക് ഇത്ര ദിവസം, വാട്ടർ ഷോർട്ടേജ് ഇത്ര ദിവസം, അങ്ങനെ ഇത്ര ദിവസത്തിനുള്ളിൽ ഓരോ കംപ്ലൈൻസും ചെയ്തു തീർക്കണമെന്ന് പ്രത്യേക നിഷ്കർഷമുണ്ട്. അപ്പം അത് ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പം ഇങ്ങനെ ഓരോന്നും സമയബന്ധിതമായി തന്നെ പോകുന്നുണ്ടോ എന്ന് ഉള്ളത് ഓരോരുത്തരും വാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാര്യം എന്തെങ്കിലും ഇതുപോലെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ ഇതുപോലെ ഇന്ന കംപ്ലൈന്റ് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ഇതുള്ളത്, നിഷ്കർഷമുള്ളത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ആ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ പിന്നീട് ഇതിനകത്ത് വരുന്നത് ഗ്രീവൻസ് എന്ന് പറഞ്ഞ് ഇത് പുതുതായിട്ട് ചേർത്ത ഒരു സെക്ഷനാണ്. ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ, ഒരു കൺസ്യൂമർ അദ്ദേഹം ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, അത് റെക്ടിഫൈ ചെയ്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്, അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ആ പർട്ടിക്കുലർ കംപ്ലൈന്റിനെ ഒരു എസ്കലേഷൻ മെട്രിക്സിൽ അടുത്ത് വരുന്നത് SC ആണ്. SC ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അദ്ദേഹത്തിന് ആ ഡോക്കർ നമ്പർ നമ്മുടെ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്തെടുക്കുക, എടുത്ത് അത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ അതിന്റെ താഴെ റൈറ്റ് സൈഡ് ഡിസ്പ്യൂട്ട് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ അത് SCക്ക് പോകും. അപ്പൊ കൺസേൺ SCക്ക് ഇതുപോലെ ഗ്രീവൻസ്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇതുപോലെ ഗ്രീവൻസ് എന്ന് ഒരു പാർട്ട് ഉണ്ടാവും. അത് തുറന്നാൽ അദ്ദേഹത്തിന് വന്ന ഇതുപോലെ എസ്കലേറ്റ് ചെയ്ത് വന്ന രജിസ്റ്റേർഡ് കംപ്ലൈന്റ് അല്ലെങ്കിൽ എസ്കലേറ്റഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാവും. പെൻഡിങ് വിത്ത് SC, പെൻഡിങ് വിത്ത് AE, കംപ്ലീറ്റഡ്, റെക്ടിഫൈഡ്, ഇത്രയും പോർഷൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലൈന്റ് ഇതുപോലെ എസ്കലേറ്റഡ് ആയി SCക്ക് കിട്ടിയാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ AEയുടെ തീരുമാനത്തോട് അദ്ദേഹത്തിന് യോജിക്കാം, അതായത് ഈ കംപ്ലൈന്റ് റെക്ടിഫൈഡ് ആണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പിക്കാം, ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസേൺ AEക്ക് കൊടുക്കാം. അതിൽ കാണുന്ന അദ്ദേഹത്തിന് 2 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക, ഒരെണ്ണം റെക്ടിഫൈ, ഒരെണ്ണം റീചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ. അപ്പൊ അങ്ങനെ റീചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ അത് ഏത് സെക്ഷന്റെ പരിധിയിൽ വരുന്ന കംപ്ലൈന്റ് ആണോ ആ സെക്ഷന്റെ AEയുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഈ ഗ്രീവൻസ് പാർട്ടിൽ
നമ്മുടെ പെൻഡിങ് വിത്ത് ഞാൻ കാണിക്കാം. പെൻഡിങ് വിത്ത് എയിൽ വന്ന് കിടക്കും. അപ്പൊ ഇത് നമ്മൾ വീണ്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് വീണ്ടും ചെക്ക് ചെയ്യുക. ഇത് എന്താണോ ഇതിന്റെ നിജസ്ഥിതി അത് റിമാർക്ക് സഹിതം വീണ്ടും എസ് സിക്ക് സമർപ്പിക്കുക. എസ് സി വീണ്ടും അത് ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് റെക്ടിഫൈ കൊടുക്കുക. ഇനി വീണ്ടും ഒരു ടയറും കൂടെ ഉണ്ട്. എസ് സി അത് റെക്ടിഫൈഡ് കൊടുത്താലും വീണ്ടും ഒരു സ്റ്റെപ്പ് എഹെഡ് കൂടി കൺസ്യൂമറിന് പോകാൻ പറ്റും. ഒന്നും കൂടി അദ്ദേഹത്തിന് ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാൻ പറ്റും. അത് സിക്കായിരിക്കും പോകുന്നത്. പിന്നെ റിപ്പോർട്ട്സിന്റെ കാര്യം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കംപ്ലൈന്റിന്റെ ഓരോ ടൈപ്പ് റിപ്പോർട്ട്സ് എടുക്കാൻ നമുക്ക് പറ്റും. ഈ സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർവീസ് ഇൻസ്ട്രക്ഷൻ മൊഡ്യൂളിലേക്കുള്ള ഒരു ക്വിക്ക് ആക്സസ് ആണ്. ബ്രേക്ക് ഡൗണിൽ ഈ സെക്ഷനുകളിൽ നിന്ന് മാർക്ക് ചെയ്യപ്പെടുന്ന ഈ സിം മൊഡ്യൂളിലേക്ക് മാർക്ക് ചെയ്യപ്പെടുന്ന ബ്രേക്ക് ഡൗൺ മെസ്സേജസ് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ അക്വാലൂമിന്റെ ഒരു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരു കംപ്ലൈന്റ് നമുക്ക് വന്നു, അത് നമ്മൾ പോയി ചെക്ക് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണോ ആക്ടിവിറ്റി അത് നമ്മൾ ചെയ്തു. അത് നമ്മൾ ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു കംപ്ലൈന്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും എയ്ക്കും ഓവർസിയറിനും മാത്രമാണ് ഒരു കംപ്ലൈന്റ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. പിന്നെ എസ് സിക്ക് സിക്കും ഇതുപോലെ നമ്മൾ ഈ എസ്കലേറ്റ് ചെയ്ത് പോകുന്ന കംപ്ലൈൻസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. ഈ 4 ഓപ്ഷൻസ് ആണ് മുന്നേ നമ്മൾ പറഞ്ഞത്. ഒരു കംപ്ലൈന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡോക്കൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കുള്ള 4 ഓപ്ഷൻസ്. റെക്ടിഫൈ കൊടുക്കാം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടേതല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ഫുൾ സ്ക്രീൻ ആക്കാവോ? ഒരു കാണാമോ? ഓക്കെ. ഇതാണ് നമ്മൾ മുന്നേ സംസാരിച്ച റൈസ് ഡിസ്പ്യൂട്ട് എന്നുള്ളത്. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ ഡോക്കർ നമ്പർ ഇതുപോലെ സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ റൈസ് ഡിസ്പ്യൂട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിപ്പോ നിലവിൽ ഈ കംപ്ലൈന്റ് റിസോൾവ് ആണ്, പക്ഷെ അദ്ദേഹം അതിൽ തൃപ്തനല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് ഈ കംപ്ലൈന്റ് എസ്കലേറ്റ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മൾ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യുന്നതിന് ഈ കംപ്ലൈന്റ് റിസോൾവ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല. സപ്പോസ് ഒരു കംപ്ലൈന്റ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തു, അത് പക്ഷേ ഇമ്മീഡിയറ്റ് അറ്റൻഷന് വേണ്ടിയിട്ടുള്ളതാണ്, വേണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഉടനെ തന്നെ സെർച്ച് ചെയ്ത് എടുത്തിട്ട് ഡിസ്പ്യൂട്ട് റൈസ് ചെയ്ത് ഇത് ഹയർ ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഒരു കംപ്ലൈന്റ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തു, കുറച്ച് ദിവസങ്ങളായിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകില്ല, ആ കംപ്ലൈന്റ് ഇപ്പോഴും ഓപ്പൺ അവസ്ഥയിൽ തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിന് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇതിന് ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റിമാർക്സ് എഴുതാൻ പറ്റും. അദ്ദേഹത്തിന് അത് ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എസ്കലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് റൈസ് ചെയ്യാൻ പറ്റും. അത് നേരെ എസ് സിക്കായിരിക്കും പോകുന്നത്. ഇത് നമ്മൾ ഓവർസീസിന് അസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് മഞ്ഞയായിട്ട് കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം സ്ലൈഡ് ഇട്ടതാണേ. നമ്മളൊരു കംപ്ലൈന്റ് എടുത്ത് ഓവർസീസിന് അസൈൻ ചെയ്യുമ്പോൾ അത് യെല്ലോ കളറിൽ കാണിക്കും, നമുക്കൊരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടി. അപ്പം അത്രയാണ് അക്വാലൂമിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. അതിൽ നമ്മുടെ അക്വാലൂമും ONDMഉം തമ്മിൽ, അതായത് ഒരു കംപ്ലൈന്റ് വന്നു, ആ കംപ്ലൈന്റിനെയാണല്ലോ നമ്മൾ ഈ അറ്റകുറ്റപ്പണിയിൽ അല്ലെങ്കിൽ ONDM വഴി അഡ്രസ് ചെയ്യുന്നത്. അപ്പോ ഇത് രണ്ടും തമ്മിൽ ശരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ലിങ്ക്ഡ് ആണ് രണ്ടും. ഒരു നമ്മുടെ ONDMന്റെ അകത്ത് ഒരു IR ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു കറസ്പോണ്ടിങ് അക്വാലൂം
എൻട്രി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ONM-ലേക്ക് പോവാം. ONM നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ വിവിധങ്ങളായ അറ്റകുറ്റപ്പണികളെ പ്രോപ്പർലി അക്കൗണ്ട് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അക്കൗണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പോർട്ടലാണ്, ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ്. ഇതിനകത്ത് ഉള്ള നമുക്ക് വിവിധങ്ങളായ കമ്പോണൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനെല്ലാം അറ്റകുറ്റപ്പണികൾ വരും. അപ്പൊ ഇതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഫാബ്രിക്കേഷൻ ആൻഡ് അതർ. ഇത്രയും കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ വർക്കുകളിൽ തിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാറ്റഗറി ആയിട്ട് തിരിച്ചെങ്കിലും നമുക്ക് നോക്കാം, നമ്മൾ ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ IR ജനറേറ്റ് ചെയ്യുമ്പോഴോ ഒന്നും ഈ കാറ്റഗറീസ് എറേസ് ചെയ്യുന്നില്ല. നമ്മൾ ക്ലെയിം ഇടുമ്പോൾ മാത്രമാണ് ഈ കാറ്റഗറി ചൂസ് ചെയ്യാൻ വരുന്നത്. അതായത് അതിന്റെ ഈ എക്സ്പെൻഡിച്ചറിനെ ഈ പല പല കാറ്റഗറിയിലേക്ക് മാപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ. ഇനി ഈ ONM ആയാലും മാർച്ച് ആയാലും ഇത് രണ്ടും നമ്മുടെ സ്കീമിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്കീമിൽ എന്തെല്ലാം ONM പ്രവർത്തികൾ നടക്കുന്നു, ഒരു സ്കീമിൽ എന്തോരം HR എക്സ്പെൻഡിച്ചർ വരുന്നു, ഇതെല്ലാം നമ്മൾ ഒരു സ്കീം വൈസ് ആണ് മാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ രണ്ടെണ്ണത്തിലും ഒരു സ്കീം ഡാറ്റ ഉണ്ട്, ഒരു ബേസിക് സ്കീം ഡാറ്റ ഉണ്ട്. ഈ ബേസിക് സ്കീം ഡാറ്റ നമ്മുടെ ONM പോർട്ടലിലും മാർച്ച് പോർട്ടലിലും സെയിം തന്നെയാണ്. ശരിക്കും മാർച്ച് പോർട്ടലിലാണ് നമ്മൾ ഈ സ്കീം ഡാറ്റ എൻട്രി ചെയ്യുന്നത്. സ്കീമുകളും അതിന്റെ കമ്പോണൻസ് എല്ലാം എൻട്രി ചെയ്യുന്നത് നമ്മൾ മാർച്ചിലാണ്. മാർച്ചിന്റെ ആ ഡാറ്റാബേസ് ആണ് ONM-ലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എഴുതിയതാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഇൻ ONM പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപ്രൂവ് ആയ ക്ലെയിമുകളുടെ ഡാറ്റ വെച്ചിട്ടാണ് 8.48 crore ആണ് പെർ മന്ത്. പിന്നെ ഇതിലും ഓവർസിയർ മുതൽ CE ലെവൽ വരെയുള്ള ലോഗിൻ അക്കൗണ്ടുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഒരു കംപ്ലൈന്റ് വന്നു. ഇനി അടുത്തത് ആ കംപ്ലൈന്റ് നമ്മൾ റിസോൾവ് ചെയ്യണം. ആ റിസോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് മെയിനായിട്ട് നമ്മൾ ഈ ONM-നകത്ത് ക്യാപ്ചർ ചെയ്യുന്നത്. അതിൽ തന്നെ IR, അതായത് ഒരു കംപ്ലൈന്റ് വന്നു. ആ കംപ്ലൈന്റ് നമ്മൾ പോയി വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സുപ്പീരിയേഴ്സിനെ അറിയിക്കുന്ന ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സുപ്പീരിയേഴ്സിനെ അറിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ശരിക്കും ഇൻസിഡന്റ് റിപ്പോർട്ട്. അല്ലെങ്കിൽ ഒരു വർക്ക് നടക്കുന്നു, അങ്ങനെ ഒരു വർക്ക് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ടാണ് ഈ IR എന്നുള്ളത്. ഈ IR എൻട്രി ചെയ്യുന്നതിന് പ്രത്യേക സമയക്രമം പറയുന്നുണ്ട്. അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഞാൻ ഷെയർ ചെയ്യാം. ആ ഓർഡർ പ്രകാരം IR ഷുഡ് ബി എൻറ്റേർഡ് വിത്തിൻ 72 hours. അത് ഇപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് ആയാലും ഒരു വർക്ക് ആയാലും അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത 72 മണിക്കൂറിനകം അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അത് ബൈ AE എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ ONM ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് AE അല്ലെങ്കിൽ AE ചുമതലപ്പെടുത്തുന്ന ഫീൽഡ് ഓഫീസർ ഈ പുതിയ നമ്മുടെ സോഫ്റ്റ്വെയർ റീവാമ്പ് ചെയ്ത് ONM റീവാമ്പ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ അറ്റാച്ച് ചെയ്തല്ലോ, മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ അതിനകത്ത് AEയുടെ അക്കൗണ്ടും തന്നെയാണ് ഈ ഫീൽഡ് ഓഫീസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനും അവരെ മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പം AE അല്ലെങ്കിൽ AE അസൈൻ ചെയ്യുന്ന ആളിന് IR ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു IR എൻട്രി നടത്തി, വർക്ക് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് ഫിസിക്കലി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ അതിന്റെ ബില്ല് എഴുതണമെന്നും ആ ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ബില്ല് എഴുതി കഴിഞ്ഞ്, അതാണ് ആ ഒരു സമയക്രമമാണ് ബില്ല് എഴുതുന്നതിനുള്ളത്. അത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ AXE അത് വെരിഫൈ ചെയ്യും. അടുത്ത 7 ദിവസത്തിനുള്ളിൽ അത് അപ്രൂവ് ചെയ്യുകയും വേണം. ആ 1 മാസത്തിൽ, ആദ്യത്തെ ഈ വർക്ക് കഴിഞ്ഞ 1 മാസത്തിൽ നമ്മൾ ബില്ല് എഴുതുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ONM-ൽ ക്ലെയിം ചെയ്യുന്നു. അടുത്ത 7 ദിവസത്തിനുള്ളിൽ അത് AXE വെരിഫൈ ചെയ്യുന്നു. അടുത്ത 7 ദിവസത്തിനുള്ളിൽ അത് അപ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു സമയക്രമം ആ ഓർഡറിൽ
പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും നമ്മൾ 2 മാസം വെച്ചിട്ടാണ് ഇപ്പൊ OIM ക്ലോസ് ചെയ്ത് പോകുന്നത്. നിലവിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന്റെ കഴിഞ്ഞു. ഇനി നവംബർ ഡിസംബർ മാസത്തിന്റെ ബില്ല് എൻട്രി ചെയ്യാനുള്ള സമയപരിധി ജനുവരി 30. അടുത്ത 15 ദിവസം, ഈ 7 ദിവസം എന്ന് പറഞ്ഞതാണ് ശരിക്കും നമ്മൾ 15 days ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ മീൻസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ അപ്രൂവൽ. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഫോർ ഒരു ഇൻഫർമേഷൻ ഇട്ടതാണ്. നമ്മൾ 6 ടൈപ്പ് ഓഫ് വർക്ക് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായ എക്സ്പെൻഡിച്ചറിന്റെ ഒരു സ്പ്ലിറ്റപ്പ് ആണ്. അതിൽ ഒബ്വിയസ്ലി സിവിൽ വർക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ പെർസെൻറ്റേജ്, 80% അതിന് താഴെ ഇലക്ട്രിക്കൽ വർക്ക്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കംപ്ലൈന്റ് വന്നു, നമ്മൾ അക്വാലോമിൽ ഒരു ഡോക്കറ്റ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫീൽഡിൽ പോയി വെരിഫൈ ചെയ്തു, അതിനെ ഒരു IR ആക്കി. അല്ലെങ്കിൽ ഒരു വർക്ക് RC ഉണ്ട്. 2 ടൈപ്പ് ഓഫ് വർക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് AMCയും നോൺ AMCയും. അപ്പോൾ AMC ആണെന്നുണ്ടെങ്കിൽ കൺസേൺഡ് ആൾക്കാരെ പോയി കംപ്ലൈന്റ് വെരിഫൈ ചെയ്യുന്നു, അതിനെ IR ആക്കുന്നു. അത് ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ ലീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ആണെങ്കിൽ എന്തായാലും അത് ചെയ്തതിന് ശേഷം ആ IR ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഈ IR ഇടുന്നതിനാണ് ഈ 72 മണിക്കൂർ എന്നുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. IR ക്ലോസ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രത്യേക സമയപരിധി പറയുന്നില്ല. എന്നാൽ ഈ IR ക്ലോസ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഈ IR-ന് എഗൻസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഈ OIM-ന്റെ ജസ്റ്റ് നമുക്കൊന്ന് ആപ്പ് ഒന്ന് നോക്കിയിട്ട് വരാം. ഷെയർ ചെയ്ത് കാണാമോ? ഇല്ല. ഇപ്പൊ കാണാവോ? കാണാം. ഇതൊരു എയുടെ അക്കൗണ്ട് ആണ് OIM-ന്റെ. ഇതിനകത്ത് നമുക്ക് സ്കീമിന്റെ ഡേറ്റ മുന്നേ നമ്മൾ സംസാരിച്ച പോലെ OIM-ൽ ഷെയർ ചെയ്യപ്പെടുന്നത് മാർച്ചിന്റെ സ്കീം ഡേറ്റയാണ്. രണ്ടും ഒരേ സ്കീം ഡേറ്റ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പുതുതായിട്ടൊന്ന് സ്കീം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സ്കീമുകളിൽ നിന്ന് ഇതിലേക്ക് നമ്മുടെ സ്കീം ഡേറ്റയിലേക്ക്, നമ്മുടെ അക്കൗണ്ടിന്റെ സ്കീം ഡേറ്റയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മാനേജ്മെന്റിനകത്ത് മൈ ബിൽസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബില്ലുകളെ, നമ്മുടെ സെക്ഷന്റെ പരിധിയിലുള്ള ബില്ലുകളെ മാനേജ് ചെയ്യാനുള്ള പുതിയ ബില്ല് ആഡ് ചെയ്യാനും നേരത്തെ ഉണ്ടായിരുന്ന ബില്ലുകൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കോൺട്രാക്ടേഴ്സ്, മൈ കോൺട്രാക്ടേഴ്സിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു കോൺട്രാക്ടിനെ ആഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ സ്കീമിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ സ്കീം ഓരോ വർക്കും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ വർക്കിന് അഗൻസ്റ്റ് ആയിട്ടാണല്ലോ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇവിടെ വർക്ക് മാനേജ്മെന്റിൽ മാനേജ് വർക്കിന്റെ അകത്ത് നമുക്ക് പുതിയ വർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പം വർക്ക് നെയിം ഒരെണ്ണം കൊടുത്തു, എന്നിട്ട് ഈ വർക്ക് ടൈപ്പ് നമ്മൾ സ്കീം ബേസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ സ്കീം ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് ആ സ്കീമിന്റെ അണ്ടറിലേക്ക് നമ്മുടെ ക്ലെയിമുകളെ മാപ്പ് ചെയ്യാൻ പറ്റും. പലയിടത്തും കാണുന്നത് ഈ സ്കീം ബേസ്ഡ് എന്നുള്ളത് മാറ്റിയിട്ട് അതേഴ്സിലാണ് ക്ലെയിം ചെയ്ത് കാണുന്നത്. പക്ഷെ അത് ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ ഉറപ്പായും സ്കീം ബേസ്ഡ് സെലക്ട് ചെയ്തിട്ട് ഈ വർക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതാണോ സ്കീം അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം നമുക്കൊരു സ്കീം ബേസ്ഡ് ഡാറ്റയാണ് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നമുക്കൊരു വർക്ക് ജനറേറ്റ് ചെയ്യാം, കോൺട്രാക്ടറെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ
ഇൻസിഡന്റ് റിപ്പോർട്ട് നമുക്ക് ഇതിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ആപ്പിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലാതെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് അസൈൻ ചെയ്യാം, പേഴ്സൺ അസൈൻ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഫീൽഡ് ഓഫീസേഴ്സിന് മാനേജ് ചെയ്യാനുള്ള ഭാഗമാണ്. ഒരു ദിവസം ഞാനൊന്ന് PPT-യിലോട്ട് പോയിക്കോട്ടെ. കാണാമോ? കാണാം. ജസ്റ്റ് ഒരു നമ്മുടെ ആ ഒരു ലോഗിൽ കയറുമ്പോഴുള്ള നമ്മുടെ ഓപ്ഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചത്. ഈ ONM മൊബൈൽ ആപ്പിൽ IR ജനറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആൾറെഡി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി IR നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നു. IR ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഇടുന്നത് മാൻഡേറ്ററി അല്ല. നമുക്ക് സ്ഥലത്ത്, അതായത് പണി നടക്കുന്ന സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നമുക്ക് എടുത്ത ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വർക്ക് നടക്കുന്ന സമയത്ത് പക്ഷേ നമ്മൾ എന്തൊക്കെയാണോ സ്പെഷ്യൽസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആ കംപ്ലൈന്റ്, ഇപ്പം ലീക്ക് ആണ് അല്ലെങ്കിൽ ഒരു പൈപ്പ് പൊട്ടലാണെങ്കിൽ ആ കംപ്ലൈന്റ് എങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്യുന്നത്, അത് കൃത്യമായി മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ഫോട്ടോ എന്തായാലും ആഡ് ചെയ്യാൻ ശ്രമിക്കണം. കാര്യം ഇങ്ങനെ ഒരു സിസ്റ്റം, ഈ GIS ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ റോൾ ഔട്ട് ചെയ്തതേ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഈ സ്പെഷ്യൽസ് യൂസ് ചെയ്യുന്നതിലായാലും വർക്ക് ചെയ്യുന്ന മെത്തേഡിലായാലും ഒക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തന്നെ ഈ ഒരു സിസ്റ്റം തന്നെ റോൾ ഔട്ട് ചെയ്തത്. അപ്പം എപ്പോഴും നമ്മൾ തുടക്കത്തിലുള്ള ഫോട്ടോസ് ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ആ ലീക്ക് അത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെ മൂടുന്നതിന് മുന്നേ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഇതിന്റെ ഈ പർട്ടിക്കുലർ ലീക്ക് എവിടെയാണോ ചെയ്തത് ആ സ്ഥലത്ത് തന്നെ പോയി ഇത് ക്ലോസ് ചെയ്യണം. കാരണം ആ കോർഡിനേറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഡേറ്റാസ് എല്ലാം, ഈ IR-ൽ നമ്മൾ രേഖപ്പെടുന്ന ഡേറ്റാസ് എല്ലാം നമുക്കൊരു വലിയ ഒരു ഡേറ്റാ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള പ്ലാനിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ. അപ്പം ഒരു IR ക്ലോസ് ചെയ്തു. അതിനുശേഷം 1 മന്തിനുള്ളിൽ നമ്മൾ ബില്ല് റൈസ് ചെയ്യുകയാണ്, ക്ലെയിം ചെയ്യുകയാണ്. അപ്പം ആ ക്ലെയിമിന്റെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നീട് എന്തെങ്കിലും ഒരു ഡിസ്കഷന്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതെടുക്കാം. ആൾറെഡി ഇത് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഇതിലേക്ക് ഇൻ ഡീറ്റെയിൽ പോകാത്തത്. ഇതാണ് നമ്മൾ ബില്ല് എൻട്രി ചെയ്യുന്ന ഭാഗം. നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു, അതിനുശേഷം ബില്ല് എൻട്രി ചെയ്യുന്ന ഭാഗം. ഇത് കോൺട്രാക്ട് നെയിം, AMC ആണോ നോൺ AMC ആണോ എന്നുള്ളത്. ഈ ടൈപ്പ് ഓഫ് വർക്ക് ഇവിടെയാണ് ശരിക്കും നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്താണ് 6 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലേക്കാണ് ഇത് മാപ്പ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് വരുന്നത്. അങ്ങനെ ആ കാറ്റഗറി അനുസരിച്ച് പിന്നീട് നമുക്ക് ഇൻസിഡന്റ് IR വേണോ വേണ്ടയോ എന്നുള്ളത് പോകും. 3 കാറ്റഗറീസിന് നിലവിൽ IR ഇല്ലാതെയും ക്ലെയിം ഇടാൻ പറ്റുന്നുണ്ട്, കെമിക്കൽ, ഫാബ്രിക്കേഷൻ, അതേഴ്സ്. പിന്നെ ഈ ബിൽ നമ്പർ നമ്മളായിട്ട് ഓരോ സെക്ഷൻ ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. പ്രൈസ് ID-യും ഇത് കൃത്യമായി തന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. പലപ്പോഴും ഈ പ്രൈസ് ID റോങ് ആയിട്ടുള്ള പ്രൈസ് IDs കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ IR-ന്റെ ഏത് കാലയളവ് ജസ്റ്റ് ഇത് ടച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് കൊടുക്കുന്നതാണ്. അതിൽ ഒരു പർട്ടിക്കുലർ കാലയളവിലുള്ള ആ പർട്ടിക്കുലർ കോൺട്രാക്ടിന്റെ IR-കളിൽ നിന്ന് നമ്മുടെ ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള IR മാത്രം ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ ഫിസിക്കൽ വർക്ക് കംപ്ലീറ്റഡ് ഓൺ എന്നുള്ളത് ഇത് പലപ്പോഴും നമ്മൾ അധിക പ്രാധാന്യം കൊടുക്കാതെ വിട്ടുപോകുന്നതാണ്. പക്ഷേ ഒരു മെയിൻ ഡേറ്റ് ആണിത്. ഫിസിക്കൽ വർക്ക് കംപ്ലീറ്റഡ് ഓൺ എന്നുള്ളത് എന്നാണോ ഫിസിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയത് ആ പർട്ടിക്കുലർ ഡേറ്റ് തന്നെ നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കണം. കാര്യം ഇവിടെ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഈ ഓരോ ക്ലെയിമിനും പൈസ അനുവദിക്കുന്നത് ഈ ഫിസിക്കൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ബേസ് ചെയ്തിട്ടാണ്.
ഫണ്ട് വരുന്നതനുസരിച്ച് ഓരോരോ മാസങ്ങൾ അല്ലെങ്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് ആണ് ഈ ബില്ലുകൾ സോർട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സോർട്ട് ചെയ്തെടുക്കുന്നതിന്റെ അടിസ്ഥാനം ഈ ഫിസിക്കൽ വർക്ക് കംപ്ലീറ്റഡ് ഓൺ എന്നുള്ള ഡേറ്റ് ആണ്. അതാണ് ശരിക്കും ഈ ക്ലെയിമുകളുടെ എല്ലാം സീനിയോറിറ്റി. അതുകൊണ്ട് ഈ ഡേറ്റ് എന്തായാലും കൃത്യമായിട്ട് എൻറ്റർ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ബിൽ ഡേറ്റ് ബിൽ എഴുതുന്ന ഡേറ്റ് ആണ്. പിന്നെ ബിൽ എമൗണ്ട് മിക്കവാറും സെക്ഷനിൽ നിന്ന് എൻറ്റർ ചെയ്യുന്നത് നമ്മൾ ബില്ല് എഴുതുന്ന എമൗണ്ട് ആയിരിക്കും. അതിനുശേഷം പിന്നെ സെക്ഷൻ സബ് ഡിവിഷനിലോ അത് നമ്മുടെ GST അതുപോലുള്ള പ്രൊവിഷൻസ് ടെൻഡർ എക്സസ് ഒക്കെ വെച്ച് ഇതിനെ എഡിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ക്ലെയിം റെഡായി മാറും. നമ്മൾ ആ ക്ലെയിമിന്റെ നമ്മുടെ ബില്ലിന്റെ ലിസ്റ്റ് വരില്ലേ, അതിനകത്ത് അതിന്റെ എൻട്രി എഡിറ്റഡ് എന്നും പറഞ്ഞിട്ട് റെഡായി മാറും. അത് നമ്മൾ എൻട്രി ചെയ്തത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു മോഡാണ്. പിന്നെ ഈ ലൊക്കേഷൻ ഓഫ് ഫിസിക്കൽ വർക്ക് കമന്റ്സ് ഇതെല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് ക്ലെയിം റേസ് ചെയ്യുന്നു. ക്ലെയിം റേസ് ചെയ്ത് നമ്മൾ സെക്ഷനിൽ ക്ലെയിം റേസ് ചെയ്യുന്നു, സബ് ഡിവിഷനിൽ അത് ചെക്ക് ചെയ്യുന്നു. ഡിവിഷനിലാണ് ഇപ്പൊ നിലവിൽ ക്ലെയിം അപ്രൂവലിന്റെ പ്രൊവിഷൻ ഉള്ളത്. അവിടെ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഈ ആ ഒരു പർട്ടിക്കുലർ വർക്കിന്റെ ഈ ഒരു പ്രോസസ്സിങ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഫണ്ട് വരുന്ന സമയത്ത് ഉള്ള ഡിസ്പേഴ്സൽ മാത്രമാണ് പിന്നീട് ബാലൻസ് ഉണ്ടാവുക. പിന്നെ ഇതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വൗച്ചർ ജനറേറ്റ് ചെയ്യാനും ഒരു ക്ലെയിം അപ്രൂവ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ ജനറേറ്റ് ചെയ്യാനും ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഹെഡ് ഓഫീസിൽ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു പോയിന്റ് വെച്ചിരിക്കുന്നത് ആ ഫിസിക്കൽ ഡേറ്റ് ഓഫ് കംപ്ലീഷന്റെ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് ചെയ്യാൻ തന്നെ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ മാറ്റിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതെന്ന് ഫോളോ ചെയ്യുന്നു ആ സമയത്തെ അവിടെ നിന്നുള്ള അലോക്കേഷനിൽ മാത്രമേ ആ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നീട് ഇതിനകത്ത് നമ്മുടെ ONMന്റെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഓൺ ദ വേ ആണ്. ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. പുതിയ ഇതിന് ഒരു ടോട്ടലി ഇതിനെ ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്ക് തന്നെ മോഡിഫൈ ചെയ്തിട്ട് പുതിയ യൂസർ ഇന്റർഫേസും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാനുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ സ്കീം വൈസ് ഉള്ള എല്ലാ ഡേറ്റയും ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ മെറ്റീരിയൽ പർച്ചേസും അതിന്റെ കോസ്റ്റ് എല്ലാം ട്രാക്ക് ചെയ്യുന്ന മൊഡ്യൂളും പിന്നെ സ്പെഷ്യൽ ഗ്രൗണ്ട്സ് എന്തെങ്കിലും കോർട്ട് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയിലോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ക്ലെയിം എമൗണ്ടുകൾ മുന്നേ നമ്മുടെ നോർമൽ അതിന്റെ സീനിയോറിറ്റി വരുന്നതിന് മുന്നേ റിലീസ് ചെയ്യേണ്ടി വന്നാൽ അതിനെ മാനേജ് ചെയ്യാനും പിന്നെ ഈ ചില കോൺട്രാക്ടേഴ്സ് ഈ ONMലുള്ള ബില്ലുകളെ തന്നെ അവരുടെ വേറൊരു വർക്കിന്റെ ഒറിജിനൽ വർക്ക്സിന്റെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെ മാനേജ് ചെയ്യാനും ഉള്ളൊക്കെ ഓപ്ഷൻസ് ഓൺ ദ വേ ആണ്. അതുപോലെ ഈ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന്റെ പ്ലാൻ ആയിക്കോട്ടെ മറ്റ് വർക്കുകളുടെയൊക്കെ കോസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിനും കോൺട്രാക്ടറിന് പേയ്മെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും എല്ലാം ഉൾപ്പെടെ ഇതിന് ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ആക്കാനുള്ള ഒരു റീവാമ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ റോൾ ഔട്ട് ആവും. അന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ONMന്റെ പാർട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ KWയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ അക്വാലോമിന്റെയും ONMന്റെയും കുറച്ച് ഡേറ്റാസ് അവൈലബിൾ ആണ്. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പോവാം. സ്ക്രീൻ കാണാമോ? കാണാലോ അല്ലേ?
കാണാം. ഇത് നമ്മുടെ വെബ്സൈറ്റില് അറിയുന്നതായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോവാം. ഈ പ്രൊജക്ട് ആൻഡ് ഓപ്പറേഷൻസിന്റെ അകത്ത് GIS, സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ്, ജിയോ ആൻഡ് ഇതിനകത്ത് ഒത്തിരി ഡാറ്റാസ് അവൈലബിൾ ആണ്. ഇത് പബ്ലിക്കിന് accessible ആണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഈ മാപ്പ് സർവീസസിനകത്ത് നമ്മൾ ലൊക്കേഷനിൽ പോയി IR ക്ലോസ് ചെയ്യുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇവിടെയാണുള്ളത്. നമുക്ക് നമ്മുടെ സെക്ഷൻ വൈസ് എല്ലാം സോർട്ട് ചെയ്യാം. ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് മാപ്പ് വേണമെങ്കിൽ അവിടുത്തെ മാത്രം ക്ലോസ് ചെയ്ത IRകൾ ഇതിങ്ങനെ നമുക്ക് മാപ്പ് ചെയ്ത് കാണിക്കും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൽ എന്ത് കംപ്ലൈന്റ് ആണ്, എന്ത് ലീക്ക് ആണ് എന്നുള്ളതും അതിന്റെ ക്ലോസ് ഇമേജും ഓപ്പൺ ഇമേജും എല്ലാം വിസിബിൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ലീക്കേജസിന്റെ ഒരു ഫ്രീക്വൻസിയും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മൾ റീപ്ലേസ്മെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന, അതായത് ഫ്രീക്വന്റ് ആയിട്ട് എവിടെയൊക്കെയാണ് ലീക്ക് വരുന്നതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻപുട്ട് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി റീപ്ലേസ്മെന്റ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു വലിയ ഇൻപുട്ടാണ് ഇവിടെ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഡാറ്റാസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അക്വാലൂം ഡാറ്റാസ്, അക്വാലൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുള്ള കൺസ്യൂമർ കോർണറിനകത്ത്, കൺസ്യൂമർ ഡാഷ്ബോർഡിനകത്ത് എല്ലാം അവൈലബിൾ ആണ്. എത്ര കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, എത്രയാണ് കംപ്ലീഷൻ പെർസെൻറ്റേജ്, ഏതൊക്കെ സെക്ഷനുകളാണ് കൂടുതൽ കംപ്ലൈൻറ്റ്സ് പെൻഡിങ് ഉള്ളത്, ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം ശരിക്കും പബ്ലിക്കിന് വിസിബിളുമാണ്. അപ്പം ഇതെല്ലാം ശരിക്കും എല്ലാവരാലും കാണപ്പെടുന്നു എന്നുള്ളത് ഒരു നമ്മൾ കുറച്ചുകൂടെ കോഷനേറ്റ് ആവേണ്ട ഒരു സംഗതിയാണ്. എല്ലാം ശരിക്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അക്വാലൂം ആയാലും ONM ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് വിസിബിൾ ആണ്. അതൊന്ന് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. അപ്പം അക്വാലൂം പറഞ്ഞു, നമ്മള് ONM പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് മാർച്ചിലോട്ട് മൂവ് ഓൺ ചെയ്യാം. മാർച്ചിന്റെ പ്രസക്തി എന്താണെന്ന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരുന്നു. ഈ ഹാൻഡ് റെസിപ്റ്റ് എൻഗേജ്മെന്റ്, ഹാൻഡ് റെസിപ്റ്റ് രീതിയിലുള്ള manpower engagement is adopted to bridge the gap between the actual manpower requirement and the sanction strength. നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ ആക്ച്വലി നമുക്ക് സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ട ആൾക്കാരെ നമുക്കില്ല. അവരെ നമ്മൾ ഈ രീതിയിൽ എൻഗേജ് ചെയ്യുവാണ്. ഈ മാർച്ചിന്റെ തന്നെ എക്സ്പ്ലെയിൻഡ് ഫോം ഇങ്ങനെയാണ്. മാർച്ച് MARCH, മോണിറ്ററിംഗ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ത്രൂ സെൻട്രലൈസ്ഡ് HR സിസ്റ്റം. ഇത് തന്നെ ഇതെന്താണെന്നുള്ളത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പൊ നമുക്കൊരു ഏകദേശം ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ സ്റ്റാഫ് സ്ട്രെങ്തിന്റെ അത്രയും തന്നെയും നമ്മൾ ഇതിനകത്ത് ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും 29 കാറ്റഗറിയിലായിട്ടാണ് ഇപ്പൊ നിലവിൽ മാനേജ് ചെയ്യുന്നത്. മുന്നേ ഇത് 39 ആയിരുന്നു. 39 ഇപ്പം കുറെ കാറ്റഗറീസ് ഒഴിവാക്കിയിട്ട് 29 ആയിട്ടുണ്ട്. ഈ മാർച്ച് സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള എൻഗേജ്മെന്റ് നമ്മൾ സ്ട്രീംലൈൻ ചെയ്ത് ഒപ്റ്റിമലായിട്ട് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർച്ച് പ്ലാറ്റ്ഫോം തന്നെ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. മാർച്ചിൽ, അതായത് നമ്മൾ HR വിഭാഗത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ കലണ്ടർ ഇയറിലെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 9.69 crores പെർ മന്ത്
എക്സ്പെൻഡിച്ചർ ഉണ്ട് നമ്മൾ ഈ HR വിഭാഗത്തിൽ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടി പറയുന്നതാണ്. ഈ നമ്മുടെ HR പല ഇപ്പൊ 29 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഈ എക്സ്പെൻഡിച്ചർ ഓരോ കാറ്റഗറിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒന്ന് മാപ്പ് ചെയ്തിരിക്കുന്നതാണ്, ജസ്റ്റ് ഫോർ ഒരു ഇൻഫോർമേഷൻ. അതിൽ മേജർ പാർട്ടും നമ്മുടെ ഈ HR എക്സ്പെൻഡിച്ചറിന്റെ മേജർ പാർട്ടും കവറപ്പ് ചെയ്യുന്നത് പമ്പ് ഓപ്പറേറ്റർ, മസ്ദൂർ, മീറ്റർ റീഡർ, വാൽവ് ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് മാത്രമാണ് ഇതിന്റെ ഒരു മേജർ ഷെയർ എടുക്കുന്നത്. ഇനി നമുക്കിതിന്റെ ഈ വേജസ് എന്നുള്ള ഉദ്ദേശം നമ്മൾ ഇപ്പൊ നിലവിൽ ഈ ഇത്രയും കാറ്റഗറീസിന് കൊടുത്തു വരുന്ന എമൗണ്ട് ആണ്. അത് നമുക്ക് സിസ്റ്റത്തിനകത്ത് ഓരോ കാറ്റഗറിക്ക് എഗൻസ്റ്റ് ഇതാണ് അതിന്റെ പരമാവധി തുക എന്നുള്ളതാണ് എൻട്രി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ അറിയാം, ആ സമയത്ത് ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് അഗൻസ്റ്റ് ഉള്ളത് എമൗണ്ട് സിസ്റ്റം കാണിക്കും. പിന്നെ നമുക്ക് എത്രയാണെന്നുള്ളത് എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ലിസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് മാർച്ച് സോഫ്റ്റ്വെയറിന്റെ അകത്ത് തന്നെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണാവോ? കാണാം. ഓക്കെ. ഇത് നമ്മുടെ ഒരു എയുടെ ലോഗിൻ ആണ്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഇതിനകത്ത് നമുക്ക് ഇതും ശരിക്കും മുന്നേ പറഞ്ഞതുപോലെ സ്കീം ബേസ്ഡ് ആണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ ബേസ് ഒരു സ്കീം ആയിരിക്കണം. സ്കീം അതിന്റെ കമ്പോണന്റ്. അപ്പോൾ ആൾറെഡി ഇതിൻ്റെ അകത്ത് സ്കീമുകൾ അവൈലബിൾ ആണ്. ഇനി പുതുതായിട്ട് ഏതെങ്കിലും ഒരു സ്കീം ഉണ്ടെങ്കിൽ അത് ഹെഡ് ഓഫീസിൽ മാത്രമാണ് സ്കീം ആഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു സ്കീം ആഡ് ചെയ്യണമെങ്കിൽ സ്കീം അതിന്റെ കമ്പോണൻസ് ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഈ ആഡ് ചെയ്യപ്പെടുന്ന സ്കീമുകളെല്ലാം ഒരു കോമൺ ലിസ്റ്റിലേക്കാണ് പോകുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായുള്ള സ്കീമുകൾ നമ്മുടെ മൈ സ്കീംസിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സ്കീമുകളിൽ നമുക്ക് പിന്നീട് കമ്പോണൻസ് ആഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പം സ്കീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കമ്പോണൻസും ആഡ് ചെയ്ത് തന്നെ ആയിരിക്കണമെന്നില്ല സ്കീമുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ലിസ്റ്റ് ഓഫ് സ്കീംസിന്റെ അകത്തുനിന്ന് നമ്മൾ നമ്മുടെ മൈ സ്കീമിലേക്ക് ആഡ് ചെയ്ത സ്കീമുകളിൽ നമുക്ക് കമ്പോണൻസ് ഇഷ്ടാനുസരണം എന്നല്ല, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ നമ്മളൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ വർക്ക് ടൈപ്പ്, അതും ഇതിൻ്റെ അകത്തും ഉള്ള ഒരു മെയിൻ കാര്യമാണ്. ഈ അതേഴ്സിൽ വർക്കുകൾ ക്രിയേറ്റ് ചെയ്യരുത്. എല്ലാം സ്കീമായിട്ട് മാത്രമേ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കീമിൽ ബേസ് ചെയ്ത് മാത്രമേ ഇതിലും വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. ചെയ്യുക. അതുപോലെ ഒരു സ്കീം സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് എന്നുള്ളത് നമ്മുടെ ആക്ച്വൽ റിക്വയർമെന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ സാങ്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി ഉള്ള സാങ്ഷൻ സ്ട്രെങ്ത്, ഫീൽഡ് സ്ട്രെങ്ത് നിലവിൽ ഇപ്പൊ സാങ്ഷന്റെ സ്ട്രെങ്ത് 5 ആയിരിക്കാം, പക്ഷേ ഫീൽഡിൽ അത്രയും പേര് ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഒരു പർട്ടിക്കുലർ കമ്പോണന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കീമിൽ എനിക്ക് വേണ്ട ആൾക്കാരുടെ എണ്ണം 10 ആണ്. പക്ഷേ എന്നാൽ എൻ്റെ സാങ്ഷൻ സ്ട്രെങ്ത് 5 ആണ്. പക്ഷെ എൻ്റെ ഫീൽഡിൽ 3 പേരേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡും ഫീൽഡ് സ്ട്രെങ്തും തമ്മിലുള്ള ഗ്യാപ്പാണ് ശരിക്കും ഈ HR ഡിപ്ലോയിഡ് ആയിട്ട് വരേണ്ടത്. പല ഇതിലും അങ്ങനെയല്ല കാണുന്നത്. അപ്പം അതൊന്ന് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ. അതിനുശേഷം നമ്മളിവിടെ HR ടൈപ്പ് ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ കാറ്റഗറി ഏത് സ്കീം കമ്പോണന്റിലാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എംപ്ലോയി ടൈപ്പ് പെർമനന്റ് ഓർ HR. പിന്നെ എംപ്ലോയിക്ക് നമ്മളൊരു ഒരു പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് കൊടുക്കുന്നു. വേജ് ടൈപ്പ് നോർമൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ, എത്ര പീരീഡ്സ് ഉണ്ട്, ഷിഫ്റ്റ് ബേസ് ആണെങ്കിൽ 3 ആണോ 2 ആണോ അങ്ങനെയാണ്, അതനുസരിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആർഡറോ കൊടുത്ത് കൂടുതൽ ഒരേ കമ്പനിയിൽ തന്നെ ഒന്നിലധികം ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ആൾക്കാരെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്.
ഇനി ഇങ്ങനെ ചെയ്യുമ്പോഴേ ഈ പെർമനന്റ് സ്റ്റാഫിൻ്റെത് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ അറ്റൻഡൻസ് അല്ല, അവര് ലീവ് ആവുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ HR എൻഗേജ് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പം പമ്പ് ഓപ്പറേറ്ററിനെ സംബന്ധിച്ചായാലും അദ്ദേഹം ലീവുള്ള സമയത്ത് നമ്മൾ അധികമായിട്ട് HR എൻഗേജ് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന്റെ ആ കുറവ് നികത്താൻ. ആ എൻട്രിയാണ് ശരിക്കും അവരുടെ ലീവ് ഡ്യൂട്ടീസ് ആണ് ശരിക്കും ഇതിനകത്ത് എൻട്രി വരേണ്ടത്. പക്ഷെ പലയിടത്തും ഈ ടോട്ടൽ അവരുടെ ഫുൾ അറ്റൻഡൻസ് ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ശരിക്കും നമ്മുടെ ഈ HR ഡിപ്ലോയ്മെന്റിന്റെ ക്വാണ്ടിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പെർമനന്റ് സ്റ്റാഫിന്റെ ഫുൾ അറ്റൻഡൻസ് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ നമ്മുടെ ആ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഈ പെർമനന്റ് ആൾക്കാരുടെയും കൂടെ കയറി വരുന്നുണ്ട്. ശരിക്കും അത് ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ലീവ് ഡ്യൂട്ടീസ് ആണ് ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ സ്കീം എടുത്തു, അതിനകത്ത് കമ്പണന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തു, എന്നിട്ട് ആ സ്കീം പ്ലസ് ആ കമ്പണന്റിനെ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമുക്ക് ആരെയാണോ എന്ത് പർപ്പസിനാണോ ആളിനെ എൻഗേജ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ കാറ്റഗറി സെലക്ട് ചെയ്ത് നമ്മൾ വർക്ക് ക്രിയേറ്റ് ചെയ്തു. വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിനി ഇവരുടെ ഷിഫ്റ്റ് എൻട്രി ചെയ്യണം. ഷിഫ്റ്റ് നമുക്ക് ഡെയിലി എൻട്രി ചെയ്ത് പോകാം. മിക്കവാറും കണ്ടുവരുന്നത് നമ്മൾ ലാസ്റ്റ് മന്ത് എൻഡിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ ഈ മാർച്ച് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു സമയക്രമം എന്ന് പറയുന്നത് ഒരു ഫുൾ മാസത്തിന്റെ എൻട്രി, അത് ഷിഫ്റ്റ് എൻട്രി ചെയ്തിട്ട് ബിൽ എൻട്രി ചെയ്യാൻ അടുത്ത മാസത്തിന്റെ ആദ്യത്തെ 4 വർക്കിംഗ് ഡേയും അതിന്റെ ആ ക്ലെയിമുകൾ അപ്രൂവ് ചെയ്യാനും വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനും അടുത്ത 2 വർക്കിംഗ് ഡേയ്സ്. ഈ അടുത്ത 2 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ദിവസത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യാം. ഇത് കട്ട് ഓഫ് ഡേറ്റ്സ് ആണ് പറയുന്നത്. അപ്പം ആദ്യത്തെ 6 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. 6ാമത്തെ വർക്കിംഗ് ഡേയുടെ എൻഡിൽ ഇതിന്റെ ഫിനാൻഷ്യൽ സമ്മറി എടുത്തിട്ടാണ് ഇതിന്റെ ഫണ്ട് അതത് ഓഫീസുകളിലേക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഇതാണ് അതിന്റെ ഒരു സമയക്രമം. ഇപ്പൊ നിലവിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ആദ്യത്തെ 4 വർക്കിംഗ് ഡേയ്സ് ഫോർ ഷിഫ്റ്റ് ഇടാനായാലും എന്തായാലും പ്ലസ് ബില്ല് ജനറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പരമാവധി ഇതിന്റെ അപ്രൂവലും വൗച്ചർ ക്രിയേഷനും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കോൺട്രാക്ടർ മാനേജ്മെന്റ് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് പുതിയ ആളിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ റിപ്പോർട്ട്സ് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഈ HR എൻഗേജ്മെന്റ് ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് എടുത്തു നോക്കാവുന്നേ. പിന്നെ മാർച്ചില് വേറെ പോയിന്റ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷന്റെ സമയത്ത് നോക്കാം. ഷെയർ ചെയ്യുന്ന കാണാമോ? കാണാം. ഫുൾ സ്ക്രീൻ ആക്കാം. വേജസിന്റെ കേസ് പറഞ്ഞു, സ്കീം മാനേജ്മെന്റ്, വർക്ക് മാനേജ്മെന്റ്, കോൺട്രാക്ട് മാനേജ്മെന്റ്, ഷിഫ്റ്റ്. ഞാൻ ഇതിലോട്ടൊന്നും വളരെ ഇന്നത്ത് പോയിട്ടില്ല. കാരണം ഒന്നായിട്ട് എടുത്ത് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകുന്നുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയത്. ഏതെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. ബിൽ മാനേജ്മെന്റ്, വൗച്ചർ മാനേജ്മെന്റ്. വൗച്ചർ മാനേജ്മെന്റിൽ നമ്മൾ ഈ ബില്ല് ക്ലെയിം അപ്രൂവൽ ചെയ്തതിന് ശേഷം അതത് കോൺട്രാക്ടേഴ്സിന് ഏഗൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിമുകളെല്ലാം നമുക്ക് വൗച്ചറാക്കി അതിന്റെ വേണ്ട ഡിഡക്ഷൻസ് എല്ലാം ചെയ്യാൻ ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് വൗച്ചർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകൻസ്റ്റ് ഫണ്ട് വരുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഈ ഹൗ പേയ്മെന്റ് പ്രോസസ് ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആദ്യത്തെ 6 വർക്കിംഗ് ഡേന്റെ അവസാനം ഇതിന്റെ ഫിനാൻഷ്യൽ സമ്മറി എടുക്കുവാണ്. അതിനുശേഷമുള്ള ചേഞ്ചസ് ഒന്നും പിന്നീട് അതിൽ റിഫ്ലക്ട് ചെയ്യില്ല. അതുകൊണ്ട് 6ാമത്തെ വർക്കിംഗ് ഡേക്കുള്ളിൽ തന്നെ എല്ലാ ക്ലെയിമും അപ്രൂവൽ കംപ്ലീറ്റ് ചെയ്യാൻ
നോക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്തു പോകും. പിന്നീട് അത് നെക്സ്റ്റ് പേയ്മെന്റിലൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിനെ പ്രോസസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫിനാൻസ് സമ്മറി എടുക്കും. ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നേരെ ഫണ്ട് റിലീസിന് കൊടുക്കുകയാണ്. അതത് ഓഫീസുകൾക്ക് എത്രയാണോ അത് അങ്ങോട്ടേക്ക് ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നോഡൽ ഓഫീസേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോമായാലും സിം, ONM, മാർച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ക്വറീസോ അല്ലെങ്കിൽ സപ്പോർട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. നിഖിൽ എത്രയാണ്? ഓക്കെ, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഡിസ്കഷന് വേണ്ടി. ഹരിയാണ്. ഒരു കാര്യം ചോദിച്ചത്, നമ്മൾ ഗ്രീവൻസ് ഉണ്ടല്ലോ അക്വാലമിലെ ഗ്രീവൻസ് എസ്കലേറ്റ് ചെയ്ത് വരുമ്പോൾ SCക്ക് ഈ മറ്റവർക്ക് SMS വരുന്ന പോലെ SMS സംവിധാനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കുന്നത്, വല്ലപ്പോഴും ഓർക്കുമ്പോഴായിരിക്കും SMS വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. ശരി സാർ, ശരി സാർ. അത് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാം സാർ. ചെയ്യാം സാർ. അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോൺട്രാക്ടേഴ്സ് മാനേജ്മെന്റ് ONM പോർട്ടലില് ഓരോ സെക്ഷനിലും ഓരോ പേരിലായിരിക്കും അവർ എൻ്റർ ചെയ്യുന്നത്, ഒരേ കോൺട്രാക്ടർ തന്നെ. അതിനെ ഒന്ന് യൂണിഫോം ആക്കാനായിട്ട് നമ്മൾ പ്രൈസിലേക്ക് ആണെങ്കിൽ ഒരു കോൺട്രാക്ടർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പാൻ നമ്പർ ആണ് യൂണിക് ID ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ അങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെയും ഓരോന്നും നോക്കേണ്ടി വരില്ല. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് കൂടി നോക്കാം. സാർ പറഞ്ഞ ഒരു പോയിന്റ് ആണ് സാർ. അത് പലയിടത്തും ഇതുപോലെ ഇഷ്യൂ വന്നിട്ടുണ്ട് സാർ. അതായത് ഇപ്പൊ നിലവിൽ ഈ സിസ്റ്റം നോക്കുന്നത് ഫോൺ നമ്പർ ആണ് യൂണീക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം പ്രശ്നം പറ്റുന്ന സാർ, പലയിടത്തും ഒരു റാൻഡം ആയിട്ട് ഏതെങ്കിലും ഓഫീസേഴ്സിന് നമ്പറൊക്കെ കൊടുത്ത് ഇതുപോലെ കോൺട്രാക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറ്റുന്നത് ഒരേ നമ്പർ വരുമ്പോൾ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആയിട്ട് സാർ മാറിയും തിരിഞ്ഞും ഒക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ട് സാർ. അപ്പൊ അതിന് പുതുതായിട്ട് ഇപ്പൊ റീവാമ്പ് ചെയ്യുന്നതിൽ ഒന്നുകിൽ നമ്മുടെ തന്നെ കോൺട്രാക്ട് രജിസ്ട്രേഷൻ പോർട്ടലിന്റെ ഡാറ്റാബേസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈസിന്റെ ഡാറ്റാബേസോ ഏതെങ്കിലും ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പോലെ നോക്കാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് സാർ. ശരി. ഓക്കെ. ഒരു ക്വസ്റ്റ്യനിലെ RTI സംബന്ധിച്ചാണ്. അതായത് ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഇന്ന ഒരു കാലയളവിൽ 2025 വർഷത്തിൽ എത്ര ലീക്കുകൾ വന്നെന്നൊക്കെ. അപ്പൊ അത് നമുക്ക് കണ്ടെത്താനായിട്ട് അക്വാലൂമും ONM കൂടെ വെച്ചിട്ട് അത് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ, ഇപ്പൊ അക്വാലൂമിലും കുറെ ഡാറ്റ ഉണ്ട് ലീക്കുകളുടെ, ONM-ലും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു യൂണിഫോം ആയിട്ട് കണ്ടെത്താൻ ഏതായിരിക്കും നല്ലൊരു വഴി? കാരണം സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ മാസത്തിനിടയ്ക്ക് വന്നതെന്ന്. നമുക്ക് എനിക്ക് തോന്നുന്നു സാർ, അക്വാലൂമിന്റെ അകത്ത് ഒത്തിരി ഒരേ സ്ഥലത്തെ കംപ്ലൈന്റ് തന്നെ ഒന്നിലധികം തവണ പല ആളുകൾ റിപ്പീറ്റഡ് വരാൻ. അപ്പൊ അതൊരു നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് തോന്നുന്നില്ല. അതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലോസ്ഡ് IRs. നിലവിലത്തെ അവസ്ഥയിലാണെങ്കിൽ ക്ലോസ്ഡ് IRസിന്റെ ഡേറ്റ നമുക്ക് ബാക്കെൻഡ് വഴി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജിയോ ONM ഇല്ലേ സാർ, അതിനകത്ത് ഈ ഡേറ്റ നമുക്ക് ജിയോ ONM നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജിയോ ONM ഇല്ലേ, അതിനകത്ത് നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തപ്പോ എന്നിട്ട് സാർ ഇതിപ്പോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അതിനകത്ത് സാർ നോക്കുവാണെങ്കിൽ സാർ, അതിനകത്ത് ലീക്ക് നമുക്കൊരു പർട്ടിക്കുലർ നമുക്ക് സെക്ഷൻ സെലക്ട് ചെയ്യാം.
സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. അതിൽ ലീക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം വെബ്സൈറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കണോ? കാണിക്കാം. ഒന്നില്ല പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഇവിടെ ഡിസ്ട്രിക്ട് ഡിവിഷൻ സെക്ഷൻ സെലക്ട് മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്തിട്ടേ ഇവിടെ ഈ ലീക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രം ടു ഡേറ്റ് സെലക്ട് ചെയ്ത് ഈ റിപ്പോർട്ട് എടുക്കുവാണെങ്കിലേ, ഹലോ കേൾക്കാം പക്ഷേ സായി സാർ ഇത് കാണാമോ? കാണാം. ഇതിനകത്ത് നമുക്കിപ്പോ ഏതെങ്കിലും ഇപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ സെക്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു റിപ്പോർട്ട് കിട്ടും സർ. എവിടെയൊക്കെ എത്രയൊക്കെ ലീക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ ഇതുപോലെ IRന്റെ ഒരു ലിസ്റ്റ് കിട്ടും. ഇത് നമുക്ക് എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ഡേറ്റ അച്ചീവ് ചെയ്യാൻ പറ്റും സർ. ഇതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ. അതിനകത്ത് PVC ആണെങ്കിൽ PVC നമുക്ക് മെറ്റീരിയൽ വൈസ് വേണമെങ്കിൽ അങ്ങനെ മെറ്റീരിയൽ സെലക്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയലും കാണിക്കുക. പർട്ടിക്കുലർ ടൈം പീരീഡിൽ ക്ലോസ് ചെയ്ത IRസിന്റെ ഡേറ്റ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ഇത് ഈ GIS ക്ലോസിംഗ് എനേബിൾ ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ ഇത് കിട്ടുള്ളൂ സാർ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ ഇതാണ്. ഓക്കെ, ക്ലിയർ ആണ്. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ ക്വറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി PH സെക്ഷൻ പുറമേരി PH സെക്ഷനിലെ AE ആയിരിക്കുന്ന ശ്രീ പ്രജിലേഷിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. സോറി, ഹലോ, കേൾക്കാവോ? ഗുഡ് ഈവനിങ്. ഇന്നത്തെ FK ടെക് ഡ്രോപ്സിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള അക്വാലും OANDM മാർച്ച് എന്നിവയെക്കുറിച്ച് വളരെ ലളിതമായിട്ട് നമ്മളോട് ഇതുവരെ പ്രതിപാദിച്ചിട്ടുള്ള വൈശാഖിന് FK ടെക് ഡ്രോപ്സിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
ഇത് എല്ലാവർക്കും ഈ സെഷൻ ഗുണകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലുള്ള മറ്റുള്ള ഒരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.